ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ബലം പ്രയോഗിച്ചാണ് പോലീസ് വാങ്ചുക്കിനെ നീക്കിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജന്തർ മന്ദറിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. പാർവതി വിവരങ്ങളുമായി ചേരും. പാർവതി, ആരോഗ്യനില ഏറെ വഷളായിരുന്നു. തൂക്കം ഒരുപാട് കിലോയോളം കുറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ താൻ പാർലമെന്റ് മാർച്ച് വരെ ജീവനോടെ കാണുമെന്നൊക്കെയായിരുന്നു വാങ്ചുക്കിന്റെ പ്രസ്താവന. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണോ സർക്കാർ? അതാണ് രഞ്ജിത്ത്. അല്പസമയം മുൻപാണ് ഡൽഹി ജന്തർ മന്ദറിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. 7:30യോടെയാണ് നിരാഹാര സമരം തുടർന്ന സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഡൽഹി പോലീസിന്റേതാണ് നടപടി. ബലം പ്രയോഗിച്ചാണ് പോലീസ് സോനം വാങ്ചുക്കിനെ നീക്കിയത്. ഇതേ തുടർന്ന് ജന്തർ മന്ദറിൽ സംഘർഷ സമാന സാഹചര്യമാണ്. CJPയുടെ സമരം ഇന്ന് 28ാം ദിവസമാണ്. ഒപ്പം ഈ സോനം വാങ്ചുക്കിന്റെ നിരാഹാരം 21ാം ദിവസത്തിലേക്കും കടന്നിരുന്നു. അതീവ ക്ഷീണിതനായിരുന്നു അദ്ദേഹം. 7:30ക്കാണ് വലിയ പോലീസ് സന്നാഹം എത്തിയിട്ട് അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് മാറ്റിയത്. സമരവേദിയിൽ വെള്ള തുണി കൊണ്ട് മറച്ച ശേഷമായിരുന്നു ഈ നടപടി. ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. അതീവ ക്ഷീണിതനാണ് വാങ്ചുക്. ഇതിനിടെ ഈ നിരാഹാര സമരം തുടങ്ങിയ ശേഷം 9 കിലോയോളം ശരീരഭാരമാണ് അദ്ദേഹത്തിന് കുറഞ്ഞത്. പോലീസ് നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. CJP പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ചെത്തി. സമരപ്പന്തലിൽ സംഘർഷവുമുണ്ടായി. ദില്ലി പോലീസാണ് സോനം വാങ്ചുക്കിനെ മാറ്റിയത്. RML ആശുപത്രിയിലെ ഡോക്ടർമാരും ദില്ലി പോലീസിനൊപ്പം എത്തിയിരുന്നു. ഇവർ എന്നും എത്തി സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പരിശോധിച്ചു വന്നിരുന്നു. ഡോക്ടർമാരുടെ സംഘവും കൂടി എത്തിയാണ് ഇന്ന് സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കിയത്. നേരത്തെ ഡൽഹി ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൃത്യമായി പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കണമെന്നുള്ളത്. നിരാഹാരം സമരം അവസാനിപ്പിക്കാൻ സോനം വാങ്ചുക് തീരുമാനിച്ചിരുന്നില്ല. അതിനിടെ ബലം പ്രയോഗിച്ചെന്ന് നീക്കുകയായിരുന്നു. പോലീസുമായി വലിയ തർക്കമാണുണ്ടായത്. പെട്ടെന്നാണ് വലിയ പോലീസ് സംഘം 7:30യോടുകൂടി ജന്തർ മന്ദറിലെത്തി സോനം വാങ്ചുക്കിനെ മാറ്റിയത്. ആദ്യം എന്താണെന്ന് അവിടെ കൂടി നിന്ന പ്രവർത്തകർക്ക് പോലും മനസ്സിലായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ദുർബലമാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നു. എന്നാൽ തന്റെ ആരോഗ്യനില ദുർബലമാണെങ്കിൽ പോലും തന്റെ മനോനില ശക്തമാണെന്നായിരുന്നു സോനത്തിന്റെ പ്രതികരണം. സമരവേദിയിലേക്ക് ആക്രമണ ശ്രമമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചത്. ഏകാധിപത്യമാണ് ഡൽഹി സർക്കാർ പോലീസ് നടത്തുന്നതെന്നാണ് CJP പ്രവർത്തകരുടെ മുദ്രാവാക്യം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും ഈ ജന്തർ മന്ദറിൽ നിന്ന് നീക്കാൻ ശ്രമം നടന്നിരുന്നു. സോനം വാങ്ചുക്കിനെ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ സോനം വാങ്ചുക്കിനെ ആംബുലൻസിൽ കയറ്റി പോലീസ് ആശുപത്രിയിലേക്ക് നീക്കി. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ വിവാദത്തിൽ നടപടി തേടിയാണ് ഡൽഹി ജന്തർ മന്ദറിൽ സോനം വാങ്ചുക് നിരാഹാര സമരം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായതായി കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അറിയിച്ചിരുന്നു. നിലവിലെ ഭാരം 56 കിലോ ആയതായും ഡോക്ടർമാർ അറിയിച്ചു. വെള്ളം മാത്രമാണ് അദ്ദേഹം കുടിക്കുന്നത്. വാങ്ചുക്കിന്റെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിക്കാനും ആവശ്യമായ എല്ലാ മെഡിക്കൽ സഹായങ്ങളും അടിയന്തരമായി നൽകാനും സംസ്ഥാന സർക്കാരുകളോട് ഡൽഹി സർക്കാരുകളോട് ഡൽഹി ഹൈക്കോടതി തന്നെയാണ് നിർദ്ദേശിച്ചിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഡൽഹിയിലെ ജന്തർ മന്ദറിലെ സമരത്തിന് ഒരു ട്വിസ്റ്റ് വളരെ വേഗം ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.